ഇറാഖിൽ നിന്നാണ് ഇവൻ തുടക്കം. ഇറാഖിൽ നിന്നാണ് ഇവൻ അവിടേക്ക് വന്നത്. ഇറാഖിലായിരുന്നു ഇവന്റെ അടിസ്ഥാനം അവിടെയാ. ഇറാഖിൽ നിന്ന് ദാരിദ്ര്യം മുഖേന കുടിയേറി പാർത്തതാണ് ഈജിപ്തിലേക്ക്. അന്നത്തെ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവയുടെ മുന്നിൽ വന്ന് യാചിച്ചു, എന്തെങ്കിലും കഴിക്കാൻ തരുമോ? അപ്പൊ ഫറോവ അവനൊരു ജോലി കൊടുത്തു. എന്താ ജോലി? ശവക്കോട്ടയുടെ കാവൽ, ശവങ്ങൾക്ക് കാവൽ നിൽക്കുക. അതെന്തിനാ? നമുക്കറിയാമല്ലോ, മറ്റു മതസ്ഥരിൽപ്പെട്ട ചില ആളുകളൊക്കെ തന്നെ വളരെ വിപുലമായ വസ്ത്രവിധാനവും പെട്ടിയിലും ഒക്കെയാണ് അടക്കുക. നമ്മൾ അടക്കുന്ന പോലെ 3 തുണിയിൽ കൊണ്ടുവന്നല്ല അടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും എടുക്കാനൊന്നുമില്ല. മറ്റേത് നല്ല വില കൂടിയ ആഭരണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് പെട്ടിക്കകത്താക്കിയിട്ടാണ് ശവക്കോട്ടയെ കൊണ്ട് തള്ളുന്നത്. അപ്പൊ അന്ന് കള്ളന്മാർ വന്ന് അത് എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശവക്കോട്ടയ്ക്ക് കാവൽ ഏർപ്പെടുത്താണ് ഒരുത്തനെ. അപ്പൊ ഇവൻ അവിടെ കാവൽ നിന്നു. അതാണ് അവന്റെ ജോലി. അതിനൊരു ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. ഫറോവ കൊടുക്കും, അക്കാലഘട്ടത്തിലേതാകുന്ന രാജാവ് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇവൻ പിന്നീട് അവിടെ വന്ന് അടക്കം ചെയ്യുന്നവരുടെ അടുക്കൽ നിന്ന് 1 ദിർഹം വെച്ച് വാങ്ങാൻ തുടങ്ങി. 1 ദിർഹം വന്നാലേ ഇവിടെ അടക്കമുള്ളൂ. അങ്ങനെയാണല്ലോ. 10 ദിവസം കഴിയുമ്പോൾ പിന്നെ ആള് ഭയങ്കര സംഭവമായി. അങ്ങനെ അവിടെയാണ് അടക്കൽ മൊത്തം ഉള്ളത്. ആളുകളെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നു, ശ്മശാനത്തിൽ കൊണ്ടുവരുന്നു. ഇവൻ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ വാങ്ങും. ഓരോ ദിർഹം ന്യായമായ തുകയാണത്. കാരണം മരിപ്പെന്ന് പറയുന്ന സംഭവം സ്ഥിരമായിട്ടുണ്ടാവുമല്ലോ. ആരാ മരിക്കാത്ത മനുഷ്യർ? അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ 10,000-കണക്കിന് ആളുകൾ മരിക്കുന്ന നിലയ്ക്ക് വലിയൊരു വസൂരി വന്നു. വലിയൊരു രോഗം പിടിപെട്ടു. 10,000-കണക്കിന് ആളുകൾ ഒറ്റയടിക്ക് ചത്തൊടുങ്ങി. എല്ലാം ഈ ശവക്കോട്ടയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഇവന് നല്ല കൊയ്ത്തിന്റെ സമയം. അപ്പം പറഞ്ഞ് നേരത്തെ പോലെ 1 രൂപ വെച്ചത്തില്ല, 10 റുപ്യ വെച്ച് തരണം. കാരണം ഇവിടെ ഒന്നാമത് സ്ഥലമില്ല. ഡിമാൻഡ് ഇട്ടു. അപ്പൊ 10 റുപ്യ വെച്ച് കൊടുക്കാൻ റെഡിയായി. കാരണം വീട്ടിൽ കൊണ്ടുപോകും. അപ്പാണെങ്കിലും ഉമ്മാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുകൊണ്ട് ഇടുവല്ലോ, പള്ളിക്കാട്ടിൽ കൊണ്ടിടുക. അപ്പൊ പിന്നെ എന്താ പറ്റുന്നത്? പിന്നെ 10 ദീനാർ വെച്ച് എല്ലാവരും കൊടുത്തു. നിമിഷങ്ങൾക്കകം നാട്ടിലെ ഒരു പ്രമാണിയായിട്ട് അവൻ മാറി. കാരണം 10,000-കണക്കിന് ജനാസയാൻ മയ്യത്താണ് കൊണ്ടുവരുന്നത്. ഈ പ്രമാണിത്വം അവന് വന്നതോടുകൂടി ഈ സമ്പത്ത് മുഖേന അല്പാൽപമായിട്ട് മറ്റുള്ളതാകുന്ന ആളുകൾക്ക്, പ്രമാണികളുടെ കൈവശം പൈസ കൊടുത്ത് പട്ടാളത്തിലേക്ക് ചേർന്നു. ഫറോവയുടെ പട്ടാളത്തിൽ അവന് പതുക്കെ സീറ്റ് കിട്ടി. അതിൽ നിന്ന് തന്നെ വീണ്ടും സ്വാധീനം ചെലുത്തി കൈക്കൂലി കൊടുത്ത് പട്ടാള മേധാവിത്വത്തിലേക്ക് വന്നു. ആ രാജാവ് തന്നെ മരിക്കുന്ന സമയമായപ്പോഴത്തേക്കും ഇവൻ പട്ടാളത്തിന്റെ ഏറ്റവും വലിയ തലവനായി, മേധാവിയായി. ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കേൾക്കും. ആര് പറഞ്ഞാൽ? റസാസിം എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയുണ്ട സ്വപ്നമായി. അത്രയേറെ ചിട്ടയുള്ള പ്രവർത്തനം നടത്തുന്ന പട്ടാള മേധാവിയായി. അങ്ങനെ ഇരിക്കുമ്പോ രാജാവ് മരിച്ചപ്പോ ഇവൻ പറഞ്ഞു, ഇനി അടുത്ത രാജാവ് ഞാനാണ്. അധികാരം കയ്യേന്തി. കാരണം ഈ പട്ടാളക്കാരെ മൊത്തം നിർത്തി നാട്ടുകാരെ മുഴുവൻ അടിച്ചമർത്തിയിട്ട് അവൻ അധികാരത്തിൽ കയറി. അങ്ങനെയാണ് ഫറോവയാകുന്നത്. റംസീസ് രണ്ടാമനെന്നറിയപ്പെടുന്നവൻ ഫിർഔൻ എന്ന പദത്തിലേക്ക് ആ ഫറോവ ചക്രവർത്തിയായി നിലകൊള്ളുന്നത് അങ്ങനെയാണ്. അഥവാ ദാരിദ്ര്യത്തിൽ നിലകൊണ്ടവൻ പിന്നീട് സമ്പത്തിന്റെ ഏറ്റവും വലിയ ലെവലിലേക്ക് വരികയാണ്. അപ്പൊ അവനെന്താ പിന്നെ ചെയ്യുന്നത്? ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, സവർണ മേധാവിത്വം. പണക്കാരെ മാത്രം മുഖം കാണിക്കുള്ളൂ, പാവപ്പെട്ടവരെയൊന്നും മൈൻഡ് ചെയ്യൂല. അവരെ മൈൻഡ് ചെയ്യില്ല. അവരുടെ വിഷയങ്ങൾ മുഴുവനും തകർക്കാൻ, അവരെ അടിച്ചമർത്താൻ. ഒരു വിഭാഗം ജനങ്ങളെ, അവർണ വിഭാഗങ്ങളെ, കറുത്തവരെ, പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങളെ, ദരിദ്രരാകുന്ന ആളുകളെ അടിച്ചമർത്തിക്കൊണ്ട് നിലകൊള്ളുകയാണ്. അവരെല്ലാം അടിമകളാക്കി വെക്കുകയാ. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും. നാട്ടിലുള്ളതാകുന്ന ചെറിയ കുട്ടികൾ ആൺകുട്ടികളാണ് ജനിച്ചത് എന്നറിഞ്ഞാൽ എന്റേതാകുന്ന അധികാരം പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ആ കുട്ടികളെ മുഴുവനും കഴുത്തെറുത്തു കൊല്ലുകയാണ്. എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൺകുട്ടികളെ കൊന്നു. ഇവിടെ ഏതെങ്കിലും ഭരണാധികാരികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇന്ന് വരെ ആരും ചെയ്യാത്ത ഏറ്റവും ക്രൂരമായ പരിപാടി ചെയ്തത് ഫിർഔനാണ്. ലഅനത്തുല്ലാഹി അലൈഹി. പറയും ലഅനത്തുല്ലാഹി അലൈഹി. 10 ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നു. പെൺകുട്ടികളുടേതാകെ ജീവിക്കാൻ വിട്ടെങ്കിലും അവരുടെ ചാരിത്രത്തിന് വില പറഞ്ഞു. സമ്പത്ത് കൊടുത്തിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ അഭിമാനത്തെ കീറിമുറിച്ചു. അവരെ രാത്രിയിലും പകലിലും എന്ന് വേണ്ട, അവർക്ക് വേണ്ടുന്ന ഏറ്റവും വേണ്ട മാനത്തെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പെൺകുട്ടികളെയൊക്കെ ചെറുപ്പക്കാരായ ആളുകൾക്ക് പങ്കുവെക്കാൻ തുടങ്ങി പട്ടാളക്കാർക്ക്. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അല്ലാഹ് പറയാൻ, ലോകത്തെ ഏറ്റവും വലിയ ഫസാദ് ഉണ്ടാക്കുന്ന വ്യക്തികളിൽ പെട്ടവനാണ് അവൻ.
ഏറ്റവും ഫസാദ് ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന വ്യക്തി. അള്ളാഹ് തന്നെ ഖുർആനിൽ പറയാ, യാ ഹാമാനു ഇബ്നി ലീ സർഹാ ലഅല്ലി അബ്ലുഗൽ അസ്ബാബ السماوات والأرض فأطلع إلى إله موسى وإني لأظنه كاذبا. തന്റെ രാജാവിനോട് തന്റെ മന്ത്രിയെ വിളിച്ചുകൊണ്ട്, ഹാമാനിനെ വിളിച്ചുകൊണ്ട് ഫിർഔനെ വിളിച്ചു പറഞ്ഞു അത്രേ, യാ ഹാമാൻ, അല്ലയോ മന്ത്രിയേ, മന്ത്രിയേ, ഇബ്നി ലീ സർഹാ, എനിക്ക് വേണ്ടി ലോകം കണ്ട് ഏറ്റവും വലിയ ഒരു കെട്ടിടം, കൂറ്റൻ കെട്ടിടം പണിയണേ. ലഅല്ലി അബ്ലുഗൽ أسباب السماوات والأرض فأطلع إلى إله موسى. ലോകം കണ്ട ഏറ്റവും വലിയതാകുന്ന പൊക്കമുള്ള ബുർജ് ഖലീഫയല്ല, അതിനേക്കാൾ വലുതാകുന്ന മാളിക ഫിർഔന് പണിതിട്ടുണ്ടായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇസ്രായേലി ജനതയെ കൊണ്ട്, ഈജിപ്തിലെ പാവപ്പെട്ട അടിമകളെ കൊണ്ട് അവൻ വലിയതാകുന്ന കൊട്ടാരം പണിയിച്ചു അത്രേ. അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹുവിനെ അമ്പെയ്യുകയാണ്. ആകാശം മുട്ടെ വലിയ കൂറ്റൻ കെട്ടിടം നിർമ്മിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് അമ്പ് ചെയ്തു. ആർക്കാ അമ്പ് ചെയ്തത്? അല്ലാഹു തആലക്ക്. കാരണം അല്ലാഹു തആല അവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം? മൂസാ നബി പറഞ്ഞു അവിടെ ഉണ്ട് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിന് ആകാശത്തിലിരിക്കുന്നത് അമ്പ് ചെയ്ത് വീഴ്ത്തിയേക്കാം. അപ്പൊ അല്ലാഹു തആല ജിബ്രീലിനോട് പറഞ്ഞു, അവനൊരു സന്തോഷം വരുത്താൻ വേണ്ടി എന്ത് ചെയ്തേക്ക്, അത് ഇന്ന് രക്തത്തിൽ മുക്കിയിട്ട് അങ്ങ് ഇട്ടേക്ക്. രക്തത്തിൽ മുക്കി അമ്പ് തിരിച്ചു വിട്ടു. മൂസായുടെ റബ്ബ് മരിച്ചിട്ടുണ്ട്, നമ്മുടെ അമ്പ് കറക്റ്റായിട്ട് കൊണ്ട്. ഫിർഔൻ ലഅനത്തുല്ലാഹി. ഈ വലിയ കെട്ടിടം നിർമ്മിച്ചിട്ട് ആരിലോടാ പറയുന്നത്? യുദ്ധം അല്ലാഹുവിനോട്. എന്നിട്ട് അവൻ പറഞ്ഞ വാക്ക് പിന്നെ അവൻ പറയാണ് എന്ത്? യാ അയ്യുഹൽ മലഊ, അല്ലയോ സമൂഹമേ, സമൂഹമേ, മാലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനില്ല, ആരാധ്യനില്ല. അന റബ്ബുകുമുൽ അലാ, ഏറ്റവും വലിയ റബ്ബ്, സർവാധിപതി, സർവലോക സംരക്ഷകർത്താവ്, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവ്, ഈ ലോകത്തിന്റെ പരിപാലകൻ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകാൻ ശേഷിയുള്ളവൻ ഞാനാണ്, ഞാനാണ്. ഞാക്കാൾ വലിയ അഹങ്കാര വർത്താനം ഇവിടെ ആരെങ്കിലും ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ടോ? ഞാനാണ് റബ്ബ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും അഹങ്കാര വർത്താനം ആരും പറഞ്ഞിട്ടില്ല. ഭിന്നിച്ച് ഭരിക്കുന്നുണ്ട്, അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. മണിപ്പൂർ അതിന് ഉദാഹരണമാണ്. പാവപ്പെട്ടതാകുന്ന ഒരു വിഭാഗം ആളുകളെ അവമതിച്ച് സവർണ മേധാവിത്വം കൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഇന്നും അധികാര കസേരയിലുണ്ട്, എന്നും ഉണ്ടാവും. ഈ പറഞ്ഞതാകുന്ന ചില വിഷയങ്ങളൊക്കെ ഇന്നും രാഷ്ട്രീയപരമായി കൊണ്ട് നടക്കുന്നവരുണ്ട്. നമ്മൾ കണ്ടില്ലേ മണിപ്പൂരിൽ പാവപ്പെട്ടതാകുന്ന പെൺകുട്ടികളെ കഴിഞ്ഞ മെയ് 4-ന് നടന്ന സംഭവം പുറം ലോകം അറിയുന്നത് 10-60 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് പിന്നീടാണ് അറിയുന്നത്. എത്രയോ സ്ത്രീകളെ മാനഭംഗപ്പെടുത്താൻ പരസ്യമായിട്ട് നടുറോഡിലൂടെ നടത്തിയിട്ട് അവരുടേതാകുന്ന പ്രൈവറ്റ് പാർട്സുകളിലൊക്കെ ശരീരത്തിലൊക്കെ കൈവച്ചുകൊണ്ട് അമർത്തുകയും പിടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഹറാസ് ചെയ്യുകയും ഒരു മുഅ്മിൻ എന്നല്ല ഒരു മനുഷ്യത്വമുള്ള വ്യക്തികൾക്ക് ഒരിക്കൽ പോലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത അത്തരത്തിലും ഹീനമായ പ്രവർത്തനങ്ങൾ നടത്തി സവർണ മേധാവിത്വം നടത്തി 60 ദിവസങ്ങൾക്ക് ഇപ്പുറവും ഇത്രയും ദിവസമായിട്ട് പോലും ആ വിഷയത്തിനെതിരെ കൃത്യമായ ഇടപെടലുകൾ ഇന്നും നടന്നിട്ടില്ല. പലതും പറയുന്നുണ്ട്, എനിക്ക് വലിയ ദുഃഖമുണ്ട്, ഖേദമുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും വേണ്ട നിലയ്ക്കുള്ളതാകുന്ന ഇടപെടലുകൾ ഇപ്പോഴും നടക്കുന്നില്ല. ഇതൊരു വസ്തുതയാണ്. ഇവിടെയാണ് ലോകത്തി നിൽക്കുന്നത്. അപ്പൊ ഫിർഔനിന്റെ ഏതാനും ചില നീച പ്രവർത്തനങ്ങൾ ഇന്നും അത്തരത്തിലുള്ള ഭരണം നടത്തുന്നവരിലുണ്ട്, എക്കാലഘട്ടത്തിലുണ്ട്. പക്ഷെ ഇത്രയും നീചമായി പറഞ്ഞിട്ടില്ല. ഞാനാണ് രക്ഷിതാവ്, റബ്ബ് ഞാനാണ്, ഞാൻ ആരാധ്യ പുരുഷനാണ്. ആര് പറഞ്ഞു? ഫിർഔൻ പറയാൻ, അന റബ്ബുകുമുൽ അലാ. തീർന്നില്ല. وقال فرعون لقومه
ഫിർഔൻ തന്നെ സമൂഹത്തോട് പറയുകയാണ്, അല്ലയോ സമൂഹമേ, സമുദായമേ, നിങ്ങൾക്കറിയുമോ, അറിയുമോ, ഞാൻ ഈ ഈജിപ്തിൻ്റെതാകുന്ന രാജാതിരാജനാണ്. ഈജിപ്തിന്റെ കൈവെള്ളയിലാണ്, കൈവെള്ളയിലാണ്. വഹാദിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഞാൻ പറയുന്നത് പോലെയാണ്, ഞാൻ ദിശ കാണിക്കുന്നതിലൂടെയാണ് ഈ നൈൽ നദി ഒഴുകുന്നത് എന്ന് പോലും ഫിർഔന് പറഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഈ നൈൽ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? നൈൽ നദിയാണ്. അതിന്റെ ഉത്ഭവം ഇന്നും കണ്ടെത്തിയിട്ടില്ല ശാസ്ത്രം ഇത്രയേറെ വികസിച്ചിട്ടും ഇപ്പോഴും ആ നൈൽ നദിയുടെ ഉത്ഭവം എവിടുന്നാന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഇവിടെ ശാസ്താംകോട്ടക്കായൽ, ആ കായൽ, ഈ കായൽ എന്നൊക്കെ പറയുന്നത് എവിടുന്നാ തുടക്കമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ശാസ്ത്രം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ നൈൽ നദിയുടെ ഉത്ഭവം പറഞ്ഞിട്ടില്ല. പഠിച്ചു വെക്കിൻ. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, അല്ലെങ്കിൽ പുത്തംവാദ പ്രസ്ഥാനക്കാർ, അത്തരത്തിലുള്ള ആശയങ്ങളിലൊക്കെ നിലകൊള്ളുന്നവർ മനസ്സിലാക്കി പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീൻ എത്രത്തോളം സമ്പൂർണമാണ്. ആദരവായ പ്രവാചകൻ 1400 വർഷം മുമ്പ് പറഞ്ഞു, നൈൽ നദിയുടെ ഉത്ഭവം അർശിന്റെ താഴ്ഭാഗത്ത് നിന്നാണ്. നബി മുഹമ്മദ് മുസ്തഫ. ഹദീസാണ്. നൈൽ നദിയുടെ ഉത്ഭവം എവിടുന്നാണ്? അർശിന്റെ താഴ്ഭാഗത്താണ് അതിന്റെ പ്രഭവം. അത് കണ്ടെത്താൻ പറ്റൂല. കാരണം അർശ് എവിടെയാന്ന് കണ്ടെത്തേണ്ടി വരും. അത് കണ്ടെത്താൻ പറ്റൂല. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചു, നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങളൊക്കെ വന്നിട്ട് പോലും ഇതിന്റെ ഉത്ഭവം എവിടുന്നെന്ന് അറിയാൻ മേല. നൈൽ നദിയുടെ ഉത്ഭവം സുബ്ഹാനല്ലാഹ് എന്ന് ചിന്തിക്കുക. പലതും അനുമാനിക്കുന്നുണ്ട്, അവിടുന്ന് ആകാം, ഇവിടുന്ന് ആകാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവര് തന്നെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം റസൂലുള്ള പറഞ്ഞൂടെ. ഇനി അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇസ്ലാം മതത്തിലേക്ക് വരും. ഇതൊക്കെ പഠിച്ചിട്ടാണ് അമുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ പല മതത്തിൽപ്പെട്ടവരും ഇപ്പോഴും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാന്ന്. അവസാന കാലഘട്ടമോ മുസ്ലിമാണ് ഇവിടെ ഭൂരിപക്ഷം. വേൾഡ് അടിസ്ഥാനത്തിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടെടുത്ത് പരിശോധിച്ചു നോക്കി, മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ എല്ലാ രാജ്യങ്ങളിലും. അതാണ് മറ്റുള്ളവർക്ക് ആശങ്ക ഉണ്ടാകുന്നത്. കാരണം ഇസ്ലാം മതത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവൻ ഇസ്ലാം മതത്തിലേക്ക് ഉറപ്പായിട്ടും എത്തും. അതല്ലേ വിവരമുള്ള ആളുകളൊക്കെ വന്നത്. കമലാ സുരയ്യ വന്നില്ലേ? മാധവിക്കുട്ടി അമ്മയായിരുന്നില്ലേ? എന്താ അവർ ഇസ്ലാം മതത്തിലേക്ക് വന്നത്? പഠിച്ചു. വിമർശിച്ചുകൊണ്ട് നടന്നപ്പോൾ തന്നെ ഒന്ന് പഠിക്കാൻ തയ്യാറായി. വിമർശനത്തിൽ നിന്നൊരു മാറി ചിന്തിച്ചിട്ടൊന്ന് പഠിച്ചപ്പോ ഖുർആനിന്റെ ആശയം ശരിയാണെന്ന് മനസ്സിലാക്കി ഇസ്ലാം മതത്തിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി എല്ലാ ശാസ്ത്രജ്ഞന്മാരും വന്നിട്ടുണ്ട്. പഠിക്കാൻ തയ്യാറാകണം. അള്ളാഹു കൊടുക്കുന്ന ഹിദായത്ത് അള്ളാഹു നമുക്കത് നിലനിർത്തി നൽകട്ടെ. നമ്മളത് നിലനിർത്താൻ വേണ്ടിയാണ് 5 വഖത്ത് നിസ്കാരത്തിൽ എന്ത് ചോദിക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നിസ്കാരത്തിലുള്ള ആകെ ദുആ അതാണ്, ഹിദായത്ത് നിലനിർത്തണേ അള്ളാഹു നമുക്കത് നിലനിർത്തി നൽകട്ടെ. അത് നിലനിർത്താനാണ് രാവിലെ സുബൈക്ക് എഴുന്നേറ്റ് 2ാമത്തെ റക്അത്തിൽ ഖുനൂത്ത് ഓതുമ്പോഴും ആദ്യം ചോദിക്കുന്നത് എന്താ? അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത. നീ ഹിദായത്ത് കൊടുത്ത വിഭാഗത്തിൽ ഞങ്ങളെ കൂടി ചേർക്കണേ അല്ലാഹ്. അത് തെറ്റിയപ്പോയി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പടച്ചവൻ നൽകുന്ന ഒരു ചെറിയ പ്രകാശമാണ്. നൂറൻ യഖ്ദിഫുഹു അല്ലാഹു അലാ ഖൽബി മൻ യശാഉ. അല്ലാഹ് ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ കൊടുത്ത ഒരു ചെറിയ പ്രകാശം. ഇത് എപ്പോ വേണമെങ്കിലും അണയാം. അല്ലാഹു നമുക്കത് പരിപൂർണമായി നിറച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിർത്താണ്, ദീർഘിപ്പിക്കുന്നില്ല. രണ്ട് കാര്യം കൂടി ശ്രദ്ധിച്ചോ. ഫിർഔൻ അവസാനം ഇതൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് അങ്ങേ തലക്കിലുള്ള വർത്തമാനം. എന്റെ കാൽച്ചുവട്ടിലൂടെയാണ് എന്തൊഴുകുന്നത്? ഈ വലിയതാകുന്ന ജലാശയം ഒഴുകുന്നത്, നൈൽ നദി ഒഴുകുന്നത്. ഈജിപ്ത് എല്ലാം എന്റെ കൈവശമാണ്, ഞാൻ രാജാതിരാജനാണ്, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു നിലകൊണ്ടു. فأخذه الله نكال الآخرة والأولى. മുൻഗാമികൾക്കും വരാനിരിക്കുന്ന ജനങ്ങൾക്കും വലിയ ദൃഷ്ടാന്തമായി അല്ലാഹു അവനെ പിടിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചതായ ആളുകളെയും അവൻ ഉന്മൂലനം നടത്താൻ തീരുമാനിച്ചു അത്രേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഫലഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖൽ വലതഅലമുന്ന أينا أشد عذابا وأبقى.
ഫിർഔനിനോടൊപ്പമുള്ളതായ ഏതാനും ചില സാഹിര്യങ്ങൾ, മാരണക്കാരായ ആളുകൾ മൂസാ നബിയുടേതാകുന്ന ഈമാനികമാകുന്ന പ്രവർത്തനം കൊണ്ട് മൂസാ നബി വിജയിച്ചു എന്ന് മനസ്സിലായപ്പോ ഫിർഔനിനെ വിശ്വസിച്ചുകൊണ്ട് അവന് റബ്ബാണെന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടതായ ഏതാനും ചിലതാകുന്ന സാഹിര്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞു, ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ, ഞങ്ങൾ മൂസാ നബിയെ കൊണ്ടും അദ്ദേഹത്തിന്റെ റബ്ബിനെ കൊണ്ടും വിശ്വസിച്ചു. കാരണം എന്ത്? ഞങ്ങളുടെ കുതന്ത്രങ്ങളും മാരണങ്ങളും ഒക്കെ ആരുടെ മുന്നിൽ നിഷ്ഫലമായി? മൂസാ നബിയുടെ മുന്നിൽ നിഷ്ഫലമായി പോയി. ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കി പറയാം. വലിയതാകുന്ന മാരണക്കാരായിരുന്നു മൂസാ നബി ഫിർഔനിനോടൊപ്പം ഉണ്ടായിരുന്നത്. കയറും വടിയും ഒക്കെ ഉണ്ട്, അത് നിലത്തിടുമ്പോൾ അതൊക്കെ പാമ്പായിട്ട് മാറും. വിശാലമായിട്ട് സൂറത്ത് താഹയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വലിയതാകുന്ന ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി, ഇതേപോലെ ഒരുമിച്ച് കൂട്ടി. എപ്പോഴാത്? രാവിലെ ഒരു 10 മണി സമയം, ളുഹയുടെ സമയമായപ്പോൾ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഫിർഔനും അവന്റെ പടയാളികളും കൂട്ടാളികളും ഒക്കെ വന്നു. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, കയ്യിലുള്ള വടിയും കയറും ഒക്കെ നിലത്തിടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മൂസാ നബിയോട് ചോദിച്ചു, നിങ്ങൾ ഇടുന്നോ? മൂസാ നബി പറഞ്ഞു, ഇല്ല, നിങ്ങൾ ആദ്യം ഇട്, നിങ്ങളുടെ മാരണങ്ങൾ നടക്കട്ടെ. ആരാണ് ഏറ്റവും ശക്തിയുള്ളവരെന്ന് അറിയാവല്ലോ. അങ്ങനെ കയ്യിലുള്ള വടിയും കയറും ഒക്കെ എടുത്ത് നിലത്തിട്ടു. ആര്? ഫിർഔനിന്റെ കൂട്ടാളികൾ, മാരണം ചെയ്യുന്നവർ. സുബ്ഹാനല്ലാഹ്, ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ആളുകൾക്ക് അതിങ്ങനെ വടി നിലത്തിട്ട് അവരുടെ കയ്യിലുള്ള വടിയും കയറും ഒക്കെ കാണുന്നത് പിന്നീട് പാമ്പായിട്ടാണ്. മാരണമാണ്, വലിയ കുതന്ത്രാണ്. നമ്മൾ മാജിക് കാണിക്കാന്ന് പറയില്ലേ? അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മരീശന്മാരും ഏറ്റവും വലിയ കുതന്ത്രം ചെയ്യുന്നവരും മാരണം ചെയ്യുന്നവരുമാണ് അന്നുണ്ടായിരുന്നത്. ഏറ്റവും വലിയ കൊടിയ സാഹചര്യങ്ങൾ മുൻകാലഘട്ടത്തിൽ. ഇന്നുകൊണ്ട് സ്വന്തം കുടുംബത്തെ തമ്മിൽ തെറ്റിക്കുന്നവർ, മാതാപിതാക്കളെ തമ്മിൽ തെറ്റിക്കുന്നവർ, സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നവർ നരകമാണവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത്തരത്തിൽ ചെയ്യുന്നവർക്ക് നരകമാണ്. കാരണം വൻ പാപത്തിന്റെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഏത്? അസ്സിഹർ, മാരണം. സയ്യിദുനാ റസൂലുള്ളാഹി. സമ്പത്ത് തകർക്കുക, അവന്റേതാകുന്ന ആരോഗ്യം നശിപ്പിക്കുക, കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുക, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കുക, ഇതൊക്കെ ഉണ്ടാകും. ഖുർആൻ പറഞ്ഞതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിൽ കഴിയുന്നത് ബന്ധം ഉലയ്ക്കാൻ വേണ്ടി സിഹർ ഉണ്ടാകും. അങ്ങനെ സിഹർ ചെയ്യും. അങ്ങനത്തെ സിഹർ ഉണ്ടെന്ന് ഖുർആൻ. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പായത്ത് പോകാത്തത്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കും, ഇതൊക്കെ സിഹർ കൊണ്ട് സാധിക്കുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ വൻ പാപങ്ങൾ 7 എണ്ണിയ കൂട്ടത്തിൽ നബിതങ്ങൾ എന്തെണ്ണി? വസ്സിഹർ, മാരണം ചെയ്യൽ വൻ പാപത്തിൽപ്പെട്ടതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ചെയ്യുന്നവനും കൂട്ടു നിൽക്കുന്നവനും ഒക്കെ നരകത്തിലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നവരെ മാറി ചിന്തിക്കാൻ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനം നടന്നു. കയ്യിലുള്ള വടിയും കയറും ഒക്കെ നിലത്തിട്ടു, പാമ്പായി എഴഞ്ഞു നടക്കുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുള്ള വടി നിലത്തിടാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാം ആ വടി നിലത്തേക്ക് അങ്ങിട്ടു. മുഅ്ജിസത്തിന്റെ അമാനുഷികമായ വടിയാണ്, വലിയ വടിയാണത്. ആ വടി നിലത്തങ്ങോട്ട് ഇട്ടപ്പോ സുബ്ഹാനല്ലാഹ്, ഇവരുടെ പാമ്പുകളൊക്കെ ചെറിയ പാമ്പ്, മൂസാ നബിയുടെ സർപ്പം പോലെ വലിയ സർപ്പം. കരുനാഗപ്പള്ളി, കരുനാഗങ്ങളുള്ള പള്ളി എന്നാണ് അതിന്റെ അർത്ഥം. ആണോ അല്ലയോ? സർപ്പങ്ങളുണ്ടായിരുന്നു, ചരിത്രം പഠിക്കണം, പിന്നീട് ഒരിക്കൽ ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കരുനാഗപ്പള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ശൈഖ് അവറുകളുടെ പേരെന്താ? പറയട്ടെ, ആരാ? കൊട്ടപ്പുറം ശൈഖോ? അവിടെ ഇനി ആണ്ടുനേർച്ച വെക്കണം, അപ്പോഴേ പഠിക്കുള്ളൂ. അല്ലാ, ഷെയ്ഖ് അലി ഹസൻ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടുത്തെ ഷെയ്ഖിന്റെ പേരെന്താ? അവരുടെ ഷെയ്ഖുണ്ട്. ആരാണ്? എവിടെ അടങ്ങിയിരിക്കുന്നത് അറിയോ? നിങ്ങൾ ഈ കരുനാഗപ്പള്ളിക്കാർക്കായിട്ട് ഇതൊന്നും അറിയില്ല. കരുനാഗപ്പള്ളി എന്നൊക്കെ പേരൊക്കെ ഇട്ടിട്ട് കാര്യമായിട്ട് നടക്കുക. കരുനാഗപ്പള്ളി താലൂക്ക്, അതൊക്കെ പഠിക്കണം. നമുക്ക് അസിര് കിട്ടിയത് അവിടെ നിന്നാണ്, അതൊക്കെ പഠിക്കേണ്ടതാണ്. പുറത്തിൽ മശായിഖന്മാർ, കണ്ണൂരാണ് അവരുടെ മക്കാമടുള്ളത്. പുറത്തിൽ മശായിഖന്മാർ വലിയ മഹാനാണ്. ഇൻഷാ അല്ലാഹ് അവരുടെയൊക്കെ ഒരു ചരിത്രം ഇൻഷാ അല്ലാഹ് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ തലമുറ അറിയണം. സർപ്പത്തിന്റെ കഥയെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലെന്നല്ല, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിന് പേര് വരാൻ തന്നെ കാരണം അതാണ്, കരുനാഗങ്ങളുള്ള പള്ളി. നമ്മുടെ ശൈഖ് പള്ളിയില്ലേ, അതിന് ചരിത്രമുണ്ട്. ഒക്കെ പഴയ ആളുകളോട് ചോദിച്ച് പുതിയ തലമുറക്കാർ പഠിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ വലിയ സർപ്പമായി മാറി. ഈ സർപ്പം ചെറിയ സർപ്പങ്ങളെല്ലാം, ചെറിയ ചെറിയ പാമ്പുകളെയൊക്കെ വിഴുങ്ങാൻ തുടങ്ങി. ആരുടെ? ബാക്കിയുള്ള പാമ്പാരുടെയാ? ഫിറഔന്റെ കൂട്ടാളികളുടേതാകുന്ന വടിയും കയറും ഒക്കെ നിലത്തിട്ട് അതിനെല്ലാം വിഴുങ്ങി. തൽഖഫുമായി യുഫിക്കുൻ, ഖുർആൻ പറഞ്ഞതാണ്. കെട്ടുകഥയല്ല, ഖുർആന്റെ കഥയാണ്. ഖുർആൻ പറഞ്ഞതാണ്. ആരെങ്കിലും ഇപ്പൊ തന്നെ മനസ്സിൽ കരുതാണ്, സാദി ഉമ്മ കള്ളം പറയാ, സർപ്പത്തിന്റെ കഥ, പച്ച കാഫിറാവും ആ സെക്കൻഡ്.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖുർആന്റെ ചരിത്രം, ഖുർആനിൽ ഇങ്ങനത്തെ ചരിത്രങ്ങളുണ്ട്. ഖുർആനിൽ 100% ഇത്തരത്തിലുള്ള അഖ്ബാറുകളാണ്, ചരിത്രങ്ങളാണ്. ഇത് ചരിത്രം സമൂഹത്തിന് പറയാനാ പറഞ്ഞിരിക്കുന്നത്. وَكُلًّا نَقُصُّ عَلَيْكَ مِنْ أَنْبَاءِ الرُّسُلِ مَا نُثَبِّتُ فِيهِ فُؤَادَكَ. നബിയേ, അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ ഈ സമൂഹത്തിന് പറയണേ, പറഞ്ഞു കൊടുക്കണേ, അവരുടെ ഹൃദയത്തിൽ ഈമാൻ അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ചരിത്രം പറയുമ്പോഴാണ് ഹൃദയം കുലുങ്ങ, ഹൃദയത്തിലൊരു ഭയഭക്തി ഉണ്ടാവും. ഈ പാമ്പുകളെല്ലാം വിഴുങ്ങി, സുബ്ഹാനല്ലാഹ്, വടി പിടിക്കാൻ ആ പാമ്പിന്റെ വാലി പിടിച്ചപ്പോ വീണ്ടും വടിയായി മാറി. ആരുടെയാ? മൂസാ നബി അലൈഹി സ്വലാമിന്റെ. ബാക്കിയുള്ളവരുടെ വടിയും കയറും ഒക്കെ എവിടെ പോയി? അതൊക്കെ വിഴുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ വടിക്കാത്ത സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പം ആ ഫിർഔനിൻ്റെതാകുന്ന മാരണക്കാർക്ക് മനസ്സിലായി മൂസാ നബി ഹഖാൻ. അവർക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഏറ്റവും വലിയ ജാലവിദ്യക്കാരാണ്, ആ നാട്ടിലെ ഏറ്റവും ശൈഖന്മാരെ കൊണ്ടുവന്നത്. അവര് മുട്ടുമടക്കി. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഇനി മൂസാ നബിയെ കൊണ്ടും മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ടും വിശ്വസിക്കാൻ പുറകോട്ട് പോകുന്നില്ല. ഞങ്ങൾ വിശ്വസിച്ചു. ആമന്നാ ബി റബ്ബി മൂസാ വ ഹാറൂൻ. അവൻ ഫിർഔൻ പറഞ്ഞൊരു വാക്കുണ്ട്, അത് പഠിക്കാൻ വേണ്ടിയേ പറഞ്ഞു. ഫിർഔൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക. എന്നാ അതാ തുടങ്ങാം നിങ്ങൾക്കുള്ള ശിക്ഷ. ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചു. ഫല ഉഖത്തിഅന്ന ഐദിയകും വ അർജുലകും മിൻ ഖിലാഫ്. ഈ എന്നെ കൊണ്ട് അവിശ്വസിച്ച, ഞാനല്ലേ റബ്ബ്, ഞാനാണ് രാജാതിരാജൻ, എന്നെ കൊണ്ട് അവിശ്വസിച്ച് മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചതായ എന്റെ കൂട്ടാളികളെ അവരെ ശിക്ഷിക്കുന്നത് ഏത് നിലക്കെന്നറിയുമോ? അവരുടെ വലത് കൈ ഛേദിക്കണേ, ഇടത് കാല് വെട്ടിയെടുക്കണേ. വലത്തെ കൈ വെട്ടുക, ഇടത്തെ കാല് വെട്ടുക. ഒരുത്തന്റെ അടുത്തവനെ വിളിക്കുക, ഇടത്തെ കൈ വെട്ടുക, വലത്തെ കാല് വെട്ടുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ലോകത്ത് ആര് ചെയ്യാത്ത ഏറ്റവും കിരാതമാകുന്ന ശിക്ഷ മനസ്സിലാക്കി. ഇന്ന് വരെ ആര് ചെയ്തിട്ടില്ല. എന്തിനാ? അത് സ്വാധീനം ഒട്ടും ഉണ്ടാകാതിരിക്കാൻ. ഒരാളുടെ വലത്തേക്കൈയും വലത്തേക്കാലും ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടാൽ എങ്ങനെയെങ്കിലും ഈ കാലുമേൽ ആസ്വദിച്ചിട്ട് എങ്ങനെയെങ്കിലും പോകാൻ പറ്റും. ഇത് 8-10 വലത്തേക്കാലും പോയി ഇടത്തേയും പോയി, ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകും, അനങ്ങാൻ പറ്റൂല, ഇഴഞ്ഞു നിൽക്കേണ്ടി വരും, ജീവിക്കാൻ പറ്റൂല. ശിക്ഷാമുറകളാണ് അവന്. തീർന്നില്ല. ഈന്തപ്പന മടലിലേക്ക് കൊണ്ടുവന്നവനെ കെട്ടിയിടണേ, അവനെ ക്രൂശിക്കണേ, ക്രൂശിക്കണേ. അല്ലാഹ് പറയുകയാണ്, ഫിർഔനിന്റെ ഏറ്റവും വലിയ വിനോദഭേദം എന്തറിയുമോ? വഫിർഔന ദിൽ ഔതാദ്. ആണിയുടയവനാണ് ഫിർഔൻ. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം അവനെതിരെ ഉണ്ടാകുമ്പോ ആളെ പിടിച്ചുകൊണ്ടുവന്ന പലകയിൽ തുണിയില്ലാതെ വസ്ത്രാഭിഷേകം നടത്തിയിട്ട് പച്ചക്ക് പലകയിൽ കടത്തിയിട്ട് തല മുതൽ കാലിന്റെ നഖം വരെ ആണി കൊണ്ടടിക്കുകയാണ്, അടിക്കുകയാ, ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്. വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഭൂമിയിൽ അക്രമം കാഴ്ചവെച്ചവനാണ് ഫിർഔൻ. അവൻ സാദാ സീതാ വ്യക്തിയല്ല, അവൻ ആണിയുടയവനാണ്, ആണി കൊണ്ട് ജനങ്ങളെ ശിക്ഷിച്ചവനാണ്. തൊട്ടാൽ ആണി. അല്ലാഹ് പറയാണ്, ആണിയുടയവൻ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ വിരലിലൊക്കെ ഇങ്ങനെ ആണി അടിക്കുക. ഒരെണ്ണമൊന്നുമല്ല, അങ്ങ് അടിച്ചടിച്ചങ്ങ് വിടുകയാണ്. പച്ച പലകയെ നിർത്തിയിട്ട് ജീവനോടെ, കഴുത്ത് വെട്ടിയിട്ടല്ല. കാരണം എന്താ? ഇഞ്ചിഞ്ചായിട്ട് കൊല്ല. കഴുത്തങ്ങ് അറുത്തു വന്ന വേദന പെട്ടെന്ന് തീർന്നല്ല, ഇല്ല. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ആണി അടിച്ചിട്ട് ഇങ്ങനെ കാണും. ഓരോന്ന് അടിച്ചടിച്ച് തറപ്പിക്കുമ്പോ ഇനി പറയടാ, ആരാ? റബ്ബ് ആരാ? ഞാനല്ലേ? ഇങ്ങനെ ആസ്വദിക്കും. നഊദു ബില്ലാഹ്. ആലോചിച്ചു നോക്ക്. അതാണ് ഫിർഔൻ. സാദാ സീതാ വ്യക്തിയല്ല. അതുകൊണ്ടാണ് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിക്കുന്നത്. ഈ രീതിയിൽ ശിക്ഷാമുറകൾ സമൂഹത്തിൽ നടത്തിയതാകുന്ന ഫിർഔനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനം ചെയ്തത് എങ്ങനെ? ഈ തലമുറ അറിയണം. സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന പട്ടിണി പാവങ്ങൾക്ക്, വിശന്നു വലയുന്ന ആളുകൾക്ക് വിശപ്പ് മാറ്റാതെ, ദാരിദ്ര്യം നിർമാർജനം ചെയ്യാതെ, പണത്തിന്റെ പറുദീസയിൽ വിരാജിക്കുന്നതായ ആളുകൾ, മഹല്ല് നിവാസികളുണ്ട് എങ്കിൽ പഠിച്ചു വെക്കണം. അള്ളാഹുവിന്റെ പള്ളിക്കോ മദ്രസക്കോ ദീനി സ്ഥാപനങ്ങൾക്കോ
പാവപ്പെട്ടവനോ കണ്ണീരപ്പാതെ, നിരാലംബർക്ക് അവലംബം കൊടുക്കാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ തന്റെ സമ്പത്ത് തനിക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മുസൽമാന് പഠിച്ചു വെക്കേണ്ട ചരിത്രമാണ് ഫിർഔനിന്റെ അധപ്പതനം. അവന്റെ അന്ത്യം ഏത് നിലക്കായിരുന്നു? ഈ നിലക്ക് അഹങ്കരിച്ചവൻ, ഭൂമിയിൽ അക്രമം കാഴ്ചവെച്ചവൻ, സമൂഹത്തിൽ അക്രമം കാഴ്ചവെച്ചവൻ, സ്വന്തം കുടുംബത്തിൽ അക്രമം ചെയ്തവൻ, സമൂഹത്തെ ആക്രമിച്ചവൻ, സമുദായത്തെ ആക്രമിച്ചവൻ, തന്റെ കൂടെ നിന്നവരെ മുഴുവനും അടിമകളാക്കി താനാണ് ഏറ്റവും വലിയ രാജാവ് എന്നും താനാണ് റബ്ബി എന്നും വിശ്വസിക്കാത്തവനെ നിഷ്ഠൂരമായി ആണിയടിച്ച് കൈകാലുകൾ വിച്ഛേദിച്ച് കൊന്നുകളഞ്ഞതാകുന്ന ഫിർഔൻ, അവനെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയാ? സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചവനാണ് അവൻ. എങ്ങനെയാ നശിപ്പിച്ചത്? വജാവസ്നാ ബിബനി ഇസ്രായീൽ, വജാവസ്നാ ബിബനി ഇസ്രായീൽ البحر فأتبعهم فرعون وجنوده بغيا وعدوا. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോടും മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന ഏതാനും ഇസ്രായേലി ജനതയോടും അല്ലാഹ് പറയുകയാ, ഇനി ഈ ഫിർഔൻ വിശ്വസിക്കില്ല. നിങ്ങൾ പ്രബോധനം നടത്തിയത് മതി മൂസാ, പൊയ്ക്കൊള്ളുക മൂസാ. മൂസാ നബിയെയും അനുയായികളെയും അല്ലാഹു നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അവർ ഇതാ യാത്ര ചോദിച്ചുകൊണ്ട് പോകവേ അവർ പോകുന്നു എന്നറിഞ്ഞാകുന്ന ഫിർഔൻ അവരെ പിടിക്കാൻ വേണ്ടി പിറകെ കുതിര എടുത്തുകൊണ്ട് പായുകയാണ്. എനിക്ക് വേണം മൂസയെ, എനിക്ക് വേണം ഹാറൂനിനെ, എനിക്ക് അവരെ കൊന്നു കളയണമെന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിന് പിറകെ 10,000-കണക്കിന് പടയാളികളുമായി തന്റെ അടിമകളുമായി തന്റെ പട്ടാളവുമായി അധികാരത്തിന്റെ ഹുങ്കോടുകൂടി യാത്ര തിരിക്കുകയാണ്. അശ്വാരൂഢന്മാരാണ്, ആയുധധാരികളാണ്. പാവപ്പെട്ട മൂസാ നബിയെയും കൂട്ടാളികളെയും കൊന്നുകളയാ ഇതാ പിറകിൽ തന്നെ കൂടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമും തന്റെ കൂടെ വിശ്വസിച്ചതാകുന്ന സമൂഹവും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. അതാ ചെങ്കടലിന്റെ തീരത്തെത്തുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ കടലല്ലേ ചെങ്കടൽ. അപകടകാരികളാകുന്ന കടലാണ് ചെങ്കടൽ. ആ ചെങ്കടൽ ഇന്നും ലോകത്തിന് ദൃഷ്ടാന്തമാ. അവിടേക്ക് എത്തിയപ്പോ അല്ലാഹ് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നിലത്തൊന്ന് അടിക്കണേ. ഇതൊരു സാധാ സീത വടിയല്ല. നിങ്ങളുടെ അമ്മോശനാകുന്ന ഭാര്യയുടെ പിതാവ് യാക്കൂബ് നബി നിങ്ങൾക്ക് നൽകിയതായ സമ്മാനമല്ലേ? ആദം നബി മുതൽ കൈമാറി വന്നതായ വടിയല്ലേ? ഈ മോചിതത്തിന്റെ വടി കൊണ്ട് ഈ ചെങ്കടലിലൊന്ന് അടിക്കണേ. മൂസാ നബി അലൈഹിസ്സലാം അടിക്കുകയാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനോട് പറയുകയാണ്, സൂര്യനെ ആകാശത്തിന്റെ സീമയിൽ നിന്ന് നിന്റെ രശ്മികൾ പുറപ്പെടുവിക്കണേ സൂര്യനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനോട് പറയുകയാണ്, കാറ്റേ ഇതിൻ്റെതാകുന്ന തിരമാലകളെ, ചെങ്കടലിലെ വലിയതാകുന്ന തിരമാലകളെ ഇരു പാർശ്വങ്ങളിലേക്കും കാറ്റുകൊണ്ട് അടിച്ചു മാറ്റി നിർത്തണേ. എന്റെ പ്രവാചകനാകുന്ന മൂസാക്കും എന്നെ കൊണ്ട് വിശ്വസിച്ചതായ ആളുകൾക്കും നടന്നു പോകാൻ ഈ ചെങ്കടലിലൂടെ ഒരു പാത അനിവാര്യമാണ് കാറ്റേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യണേ എന്ന് അല്ലാഹ് കാറ്റിനോട് പറഞ്ഞപ്പോ കാറ്റ് വന്ന് ശക്തിയായി അടിക്കുകയാണ്. ചെങ്കടൽ പിളർക്കുകയാണ്. ഇരുഭാഗത്തേക്കും മതിലായി നിലകൊള്ളുകയാ. ആകാശത്ത് സൂര്യന്റേതാകുന്ന കിരണം വരുന്നു. അതിന്റെ രശ്മികൾ പതിക്കുന്നു. എത്രയും വേഗം കടലിന്റെ അടിത്തട്ട് ഉണക്കി കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടാളികളും ചെങ്കടലിലൂടെ വളരെ സന്തോഷത്തോടുകൂടി അടിത്തട്ടിലൂടെ നടന്ന് അപ്പുറത്തേക്ക് എത്തിയത്രേ. സുബ്ഹാനല്ലാഹ്. എപ്പോഴായി നടന്നത്? വർഷങ്ങൾക്ക് മുമ്പ്, 3000 വർഷം മുമ്പ് നടന്ന സംഭവം.
2023 രണ്ടാഴ്ച മുമ്പ് നമ്മുടെ കന്യാകുമാരിയിൽ ഇതേപോലെ പ്രതിഭാസം ഉണ്ടായി. പത്രം വായിക്കുന്നവർക്കറിയാം. 50 മീറ്റർ കടൽ ഉള്ളിലേക്ക് വലിഞ്ഞു. കന്യാകുമാരിയിൽ, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന കഥയല്ല, ഇവിടെ കന്യാകുമാരി നടന്നു. 50 മീറ്റർ കടൽ ഉൾവലിഞ്ഞു. 50 മീറ്റർ എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുണ്ട്. എന്നിട്ട് കടലിന്റെ താഴ്ത്തട്ട് ഫുള്ള് പാറക്കല്ല് വ്യക്തമായി കണ്ടു. 3000 വർഷങ്ങൾക്ക് മുമ്പ് അള്ള കാണിച്ച ദൃഷ്ടാന്തം 2023 അള്ള കാണിക്കുന്നുണ്ട്. പഠിക്കുന്ന അടിച്ചു മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്താ സംഭവിച്ചെന്നറിയില്ല. അതുകൊണ്ട് എന്തായി, അവിടെ ബോട്ട് സർവീസ് മാറ്റി നിർത്തി, 2 ദിവസത്തേക്ക് മാറ്റി വെച്ചു. അവസാന കടലിൽ തിരിച്ച് വീണ്ടും വെള്ളം വന്ന് കയറി. അപ്പോഴാണ് ബോട്ട് സർവീസ് തുടങ്ങിയത്. കാരണം വെള്ളം താഴെ കൂടെ എങ്ങനെ ഓടിച്ചോണ്ട് പോകും? 50 മീറ്ററോളം താഴ്ഭാഗം കാണുകയാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുക കടല്. സഹോദരങ്ങളെ, ഈമാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ ഒപ്പം. നമ്മൾ നിസ്കാരവും ഇബാദത്തും തഖ്വയും കാര്യങ്ങളും പക്കാകണം. ഇത് കഞ്ചാവ് അടിച്ച് റോഡിൽ ഇരുന്നിട്ട് അടിച്ചു വിട്ടോണ്ടിരിക്കുക. പിന്നെ എങ്ങനെ സാലിഹാവും? മക്കളെങ്ങനെ സാലിഹാവും? പിന്നെ നമ്മൾ എങ്ങനെ ദുആ ചെയ്താൽ രക്ഷപ്പെടും? നമുക്ക് വേണ്ടി കടൽ വഴിമാറുമോ? നമുക്ക് വേണ്ടി കാറ്റ് വഴിമാറുമോ? ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹു അധീനപ്പെടുത്തി കൊടുത്തില്ലേ മഹത്തുക്കൾക്ക്? അതേപോലെ നമുക്കും സാധിക്കും. നമ്മൾ ഈമാൻ അടിയുറക്കുന്നവരാകണം, വിശ്വാസം ഉറപ്പിക്കണം, ഇബാദത്തുകൾ കണിശത വെക്കണം. ഫിർഔനും കൂട്ടാളികളും മൂസാ നബി അലൈഹിസ്സലാം പോകുന്നത് കണ്ടപ്പോ ഓടിപ്പിറകിൽ കൂടുകയാണ്. ചെങ്കടലിന്റെ നടുക്കളത്തിലേക്ക് ഫിർഔനും 10,000-കണക്കിനുള്ള പടയാളികളും എത്തിയപ്പോ അല്ല പറഞ്ഞു, കാറ്റിനോട് കാറ്റേ നീ മാറിപ്പോകുക കാറ്റേ. കടൽ അതിൻ്റെതാകുന്ന വഴിയിലേക്ക് തിരിച്ചു വരുകയാണ്. ഫിർഔനും കൂട്ടാളികളും ചെങ്കടലിൽ മുരുകി മരിക്കുകയാണ്. ശ്വാസം മുട്ടി വെള്ളം കുടിച്ചുകൊണ്ട് മരിക്കുകയാ. ആ സമയത്തതാ അവൻ വിളിച്ചു പറയുന്ന രംഗം അല്ലാഹ് ഖുർആൻ സൂറത്ത് യൂനുസിലൂടെ പഠിപ്പിക്കുകയാണ്. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു ഖാല ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ وأنا من المسلمين. എന്നെ പിടിക്കല്ലേ, എന്റെ ആത്മാവിനെ കൊണ്ടുപോകല്ലേ. ഞാൻ മുസ്ലിമാണ്, ഞാൻ വിശ്വാസിയാ. കാരണം നേരിട്ട് റബ്ബിന്റെ ശിക്ഷ 6 അടി പൊക്കമുള്ളവൻ കാണുകയാണ്. അജാനുബാഹുവായ ഫിറഔന് നേരിട്ട് ദർശിക്കുകയാണ് റബ്ബിന്റെ അദാബ്. എത്രയോ കാലമായി മൂസാ നബിയും തന്റെ പരിവാരങ്ങളും ചെന്നുകൊണ്ട് പറയുന്നു, അല്ലയോ ഫിറഔനെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണേ. ഇല്ല, ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് ഞാനാണ്, പരിപാലിക്കുന്നത് ഞാനാണ്, എന്റെ അധീനതയിലാണ് നിലകൊള്ളുന്നത് ഈ മിസ്ർ, ഈ പട്ടണം നിലകൊള്ളുന്നത്, ഈജിപ്ത് ഭരിക്കുന്നത് ഞാനാണ്, ഈ നൈൽ നദി ഒഴുകുന്നത് എന്റെ അധീനതയിലാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ആൺകുട്ടികളെ കൊന്നുകളഞ്ഞവനല്ലേ, പെൺകുട്ടികളുടെ മാനം നശിപ്പിച്ചവനല്ലേ, അല്ലാഹു അവനെ ഉന്മൂലനം ചെയ്യുകയാ. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു, തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോഴുള്ള തൗബ അല്ലാഹു സ്വീകരിക്കില്ല. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ, വ്യഭിചരിക്കുന്ന പെങ്ങളെ, സ്വന്തം ഭർത്താവ് പ്രവാസ ലോകത്തേക്ക് പോകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ടാറ്റ കൊടുത്തുകൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ തന്നെ കാമുകനെ വിളിച്ചുകൊണ്ട് എന്റെ ഇക്ക പോയിട്ടുണ്ട്, വീടിന്റെ പിറകിലൂടെ വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അന്യപുരുഷനെ വിളിച്ചു വരുത്തുന്ന പെങ്ങളെ, വീടിന്റെ കതക് തുറന്നിട്ട് കൊടുക്കുന്ന പെങ്ങളെ, വീട്ടിൽ അവനുമായി ഭർത്താവ് കടക്കണ്ട കടക്കയിൽ ഭർത്താവിന് വിരിച്ചു കൊടുക്കേണ്ട വിരിപ്പിൽ പരപുരുഷന്മാരുമായി ബന്ധപ്പെടാൻ തയ്യാറായി 4-5 പ്രസവിച്ചതായ പെങ്ങളെ, നീ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. തെറ്റുകൾ വന്നാൽ ഉടനടിയാണ് തൗബ വേണ്ടത്. തെറ്റ് ചെയ്തിട്ട് കാലം കുറെ കഴിഞ്ഞ് തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോഴുള്ള തൗബ അല്ലാഹ്ക്ക് വേണ്ട. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത്ത്
حتى إذا حضر أحدهم الموت തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുമ്പോ തെറ്റ് ചെയ്ത മനുഷ്യൻ, കള്ളു കുടിച്ചവൻ, കഞ്ചാവ് അടിച്ചവൻ, MDMA രുചിച്ചവൻ, LSD കടിമപ്പെടുത്തവൻ, മോശപ്പെട്ടതാകുന്ന രീതിയിൽ കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോയവൻ, വാപ്പയറിയാതെ ഉമ്മയറിയാതെ കൂട്ടുകാരനും കൂട്ടുകാരിയുമാളുമായി വാട്സാപ്പിലൂടെ ചാറ്റിംഗ് നടത്തിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവനല്ലേ. എത്രയോ വട്ടം നിന്റെ കാതിൽ ബാങ്ക് മുഴങ്ങിയതാണ്. നിസ്കരിക്കാതെ, ഇബാദത്തിൽ ശ്രദ്ധിക്കാതെ, സുന്നത്ത് നോമ്പും ഫർളുകളും ശ്രദ്ധിക്കാതെ ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവനല്ലേ. അശ്ലീല ചുവയുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ട് ജീവിച്ചു പോയവനല്ലേ. ഇനി അതാ തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുമ്പോ അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ വലൈസതി തൗബ, അവന് അല്ലാഹു തൗബ സ്വീകരിക്കില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഫിർഔനിൽ നിന്ന് പാഠമാണ്. തൊണ്ടക്കുഴിയിലേക്ക് വെള്ളമെത്തുന്ന സമയത്ത് അവൻ വിളിച്ചു പറയുകയാണ്, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേലി ജനത വിശ്വസിച്ചതാകുന്ന അല്ലാഹുവിനെ കൊണ്ട് ഞാനിതാ വിശ്വസിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, മുസ്ലിമാ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഈ സമയത്ത് പെട്ടെന്ന് തന്നെ കടലിന്റെ ആഴിയിൽ ചെന്ന് ചെളിമണ്ണ് കൊണ്ടുവന്ന് അവന്റെ വായിൽ അണ്ണാക്കിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തു. കാരണം അവൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് കേട്ടിട്ട് കാരുണ്യവാനാകുന്ന റബ്ബ് അവന് മറുപുറത്തു കൊടുത്ത് സ്വർഗത്തിലെങ്ങാണം കടത്തുമോ എന്ന് ഞാൻ ഭയന്നു പോയി മുഹമ്മദേ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഈ രീതിക്ക് പടച്ച റബ്ബ് ചെങ്കടലിൽ എലിക്കുഞ്ഞിനെ മുക്കിക്കൊല്ലുന്നത് പോലെ പണം കൊണ്ട് അഹങ്കരിച്ച ഫിർഔനിനെ അല്ലാഹു നശിപ്പിച്ചില്ലേ, അല്ലാഹു നശിപ്പിച്ചില്ലേ. അല്ലാഹു പറയുകയാണ്, ഫല്ലൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയാ. ഈ രീതിയിൽ നാം ശിക്ഷിച്ചതാകുന്ന ഈ ഫിറഔൻ, ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച ഫിറഔൻ, പണമില്ലാത്ത ദാരിദ്ര്യവാനായ ഇറാഖിൽ നിന്ന് കുടിയേറി പാർത്തതാകുന്ന ഇവനില്ലേ, ഇവൻ ധനം കൊണ്ട് മൂടിയപ്പോ ഞാനാണ് അല്ലാഹ് എന്ന് വാദിച്ചവനല്ലേ, അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞവനല്ലേ. ഇവനെ നിഷ്ഠാന്തമായി ഇനി വരാനിരിക്കുന്ന ജനകോടികൾക്ക് പോരൂർ കടയിലുള്ളതാകുന്ന സമൂഹത്തിന്, കരുനാഗപ്പള്ളിയിലുള്ള സഹോദരിമാർക്ക് ദൃഷ്ടാന്തമായി വരാനിരിക്കുന്ന സമൂഹത്തിന് പാഠമായി ഇവന്റെ ബോഡിയെ നാം എന്നെന്നും സൂക്ഷിക്കും കേട്ടോ. ഫല്ലൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയാ. ഇവന്റെ ബോഡി ഞാൻ എക്കാലഘട്ടത്തിലും സൂക്ഷിക്കും. ആര് പറയാ? അല്ലാഹ് പറയാ. സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഈമാൻ വരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നും സൂക്ഷിക്കുന്നു. ഞാൻ ഈ അടുത്തും കൂടി കണ്ടു, ഈജിപ്തിന്റെ യാത്രയിൽ, പലസ്തീനിലേക്കുള്ള യാത്രയിൽ, ജോർദാൻ, ഇസ്രായേൽ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച കൂട്ടത്തിൽ ഈജിപ്തിൽ പോയി $20 കൊടുത്തിട്ട് അവന്റെ ബോഡി കണ്ടു. $10 കൊടുക്കണം മ്യൂസിയത്തിൽ കയറണമെങ്കിൽ. ഒരു 10 കൂടി കൊടുത്താലേ ഉള്ളൂ ഷെയ്ഖിന്റെ ബോഡി കാണിക്കുള്ളൂ. ആരാ ഷെയ്ഖ്? ഈ കള്ള ഹയവാൻ. ഫിറഔന്റെ ബോഡി കാണണമെങ്കിൽ ഇത് എന്നാ ഇത് ഖുർആൻ പറയുന്നത്? ഖുർആൻ ഈ പറഞ്ഞതിന് ശേഷം മനസ്സിലാക്കണം നിങ്ങൾ, എന്നാണ് ഇവന്റെ ബോഡി കണ്ടെടുത്തുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇവൻ എന്നാ ചത്തൊടുങ്ങുന്നത്? BC 1213 സംഭവം മരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത്, ഇവനെ ചെങ്കടൽ മുക്കിക്കൊല്ലുന്നത് BC 1213. ഇവന്റെ ബോഡി കിട്ടുന്നതോ AD 1881. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ. 1881 AD 1881 ഇവന്റെ ബോഡി കിട്ടുന്നത്. അഥവാ 3116 വർഷങ്ങൾക്ക് ശേഷം.
അവൻ ചത്തൊടുങ്ങിയിട്ട് വെള്ളത്തിൽ കടന്ന് കടലിൽ കടന്നിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്? 3116 വർഷങ്ങൾക്ക് ശേഷമാണ് അവന്റെ ബോഡി കിട്ടുന്നത്. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഖുർആൻ സത്യമാണ് സഹോദരങ്ങളെ. ഈമാൻ ഉറച്ചോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ചിലവന്മാരെ ഇളകി നിൽക്കുക, പലക ഇളക്കാണ്. സാധേ അവരങ്ങനെ പറയുന്നുണ്ട്, യുക്തിവാദികൾ ഇങ്ങനെ പറയും. എങ്ങനെ ഇളകുന്നത്? ആ യുക്തിവാദിയോട് ഒന്ന് ചോദിക്കുക, ഈ വിഷയം അനങ്ങത്തില്ല, പിന്നെ കണ്ട കാണാത്ത പോലെ നിൽക്കും. ഇവിടെ ഇന്നും ജീവിച്ചിരിക്കുന്ന സത്യല്ലേ? ഫിർഔന്റെ ബോഡി ഇന്നും ഉണ്ട് നാഷണൽ മ്യൂസിയം. അവിടെ പോയി നോക്കി നിങ്ങൾ. ഈജിപ്തിൽ വിശാലമായ മ്യൂസിയമാണ്. ഗവേഷണ നിരീക്ഷണ പരീക്ഷണം നടത്തുന്നതായ ചെറുപ്പക്കാർക്കൊക്കെ ഒരുപാട് പഠിക്കാനുള്ളതാകുന്ന വലിയ മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിൽ ഇന്നും ചില്ലുകൂട്ടിൽ കാത്തു സൂക്ഷിക്കുന്നു. 1908 പിന്നീട് ഇവന്റെ ബോഡി എടുത്ത് ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചു. ആര്? സ്മിത്ത് എന്ന് പറയുന്നതാകുന്ന അക്കാലഘട്ടത്തിലെ ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ, ബോഡിയുമായി ബന്ധപ്പെട്ട വലിയൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വന്നിട്ട് പരിശോധിച്ചിട്ട് പറയാണ്, അത്ഭുതമാണ്, ഇവന്റെ ആന്തരിക അവയവങ്ങൾക്ക് ഒന്നും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. എത്ര കൊല്ലം കടലിൽ കടന്ന്? 3116 വർഷം. എന്നിട്ട് അവന്റെ ബോഡി കിട്ടി. ഇവന്റെ കൂടെ പോയവരോ 10,000 പടയാളികൾ ചത്തിട്ടിട്ടുണ്ട് ഇവന്റെ കൂടെ. ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, കഴുതയുണ്ട്, ആയുധങ്ങളുണ്ട്. തലയോട്ടിയോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ എല്ലോ ഒന്നുമില്ല, ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. മീനും കടലിലേതാകുന്ന ജീവജാലങ്ങൾ. ഇവന്റെ മാത്രം ബോഡി അതേപോലെ ഫുള്ളായിട്ട് കിട്ടുകയാണ്. ആലോചിച്ച് നോക്കുക. അതും ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ. തലയോട്ടി മാത്രമല്ല, ഫുള്ള് കിട്ടാൻ, ഫുൾ ബോഡി കിട്ടാൻ. അതാണ് അള്ളാഹ് പറഞ്ഞത്. ബദൻ എന്ന് പറയുമ്പോൾ അതാണ് ഖുർആന്റെ വാക്കതാണ്. നിന്റെ ശരീരം, ബദൻ എന്ന് പറഞ്ഞാൽ ബോഡി ഫുള്ള് വഴി അല്ല, നിന്റെ റഹ്സ്, നിന്റെ തലേന്നല്ല അള്ളാഹ് പറഞ്ഞത്. ബി ബദനിക, നിന്റെ ശരീരം മുഴുവനും നാം സൂക്ഷിക്കും അള്ളാഹ് പറയാ. എന്തിനാ? കാരണം റബ്ബാണെന്ന് വാദിച്ചത് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ലോകർക്ക് മുഴുവൻ ഇനി വരാതിരിക്കുന്ന കൗമിന് ദൃഷ്ടാന്ത. അഹങ്കാരത്തിന്റെ വർത്താനം പറയണ്ട. സമ്പത്ത് കൂടുമ്പോ റബ്ബിനെ മറക്കണ്ട. ജനങ്ങളിൽ നിന്ന് അധിക ആളുകളും നമ്മുടെ ദൃഷ്ടാന്തമാകുന്ന ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് അശ്രദ്ധരാണ്. ശരിയല്ലേ? ഞാനിപ്പോ ഈ പറയുന്ന സംഭവം ഇത്രയേറെ ആഴത്തിൽ വർഷം 90, 60, 70 വയസ്സൊക്കെ എത്തിയ ആളുകളുണ്ട്. അവരിപ്പോഴല്ലേ ഈ സംഭവം കേൾക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ബോഡി കിട്ടിയത്. നമ്മൾ മരിക്കാറായി, അപ്പോഴാണ് ഈ ചരിത്രം കേൾക്കുന്നത്. അതാണ് അള്ളാഹ് പറഞ്ഞത്, നമ്മുടെ ഈ ദൃഷ്ടാന്തമൊക്കെ മിക്ക ആളുകളും അറിയുന്നില്ല, അശ്രദ്ധരാണ്. ഇതൊന്നും ചർച്ച പോലും ചെയ്യുന്നില്ല. ഖുർആനിലെ ഈ ചരിത്രമൊക്കെ നമ്മൾ അറിയണ്ടേ? അപ്പോഴേ നമ്മുടെ ഈമാൻ ഉറയ്ക്കും. അവസാന കാലഘട്ടമാണ്. ഈ ഫിറഔനിന്റെയും നമ്രൂദിന്റെയും ഹാമാനിന്റെയും ഇത്തരത്തിലുള്ളതാകുന്ന മുൻകാലഘട്ടത്തിലുള്ള അഹങ്കാരികളായ, ധിക്കാരികളായ, സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചതായ ഏറ്റവും മോശപ്പെട്ട തെമ്മാടികളുടെ ചരിത്രം ഈ ഉമ്മത്ത് അയവിറക്കുമ്പോഴേ നവതലമുറ നന്നാവൂ, സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാതിരിക്കൂ, സൽക്രമങ്ങൾ ചെയ്യുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിർത്താണ്, ഇനി അധികം നീട്ടുന്നില്ല, ദുആയിലേക്ക് കടക്കാൻ. നമ്മുടെയൊക്കെതാകുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നല്ലതുപോലെ ദുആ ചെയ്യണം. ഒന്നാമതായി മക്കൾ സാലിഹായ മകനെ വേണേ എന്ന് ദ്വാരക്കണം. മക്കളില്ലാത്ത ആള് മക്കളെ കിട്ടണേ എന്നല്ല. കിട്ടിയിട്ട് എന്തിന് ഹൽക്കരി പിടിച്ച് നിൽക്കുന്നതാണെങ്കിൽ തീർന്നില്ലേ? മക്കളെ കിട്ടണേന്നല്ല, സാലിഹായ ഒരു മകനെത്താ അല്ലാഹ്. അതാണ് എപ്പോഴും നമ്മുടെ ദുആ. അങ്ങനെ ദ്വാരക്കണം. മക്കളായി കഴിയുമ്പോൾ വീണ്ടും ദ്വാരക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാദിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ. കൺകുളിർമയാക്കി തരണം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയൊക്കെ. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന സൈസല്ല. നല്ല സാലിഹായ മക്കളാക്കി കിട്ടണം. ദുആ ചെയ്യണം എപ്പോഴും. നമ്മൾ ദുആയിരുന്നാൽ കിട്ടും. അങ്ങനെ വാപ്പ ദുആയിരുന്നു. ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ കൊടുത്തു. ഒരു മകനെ കൊണ്ട് നിർത്തിയോ? ഇല്ല. ദാ കേട്ടോ, മക്കളെ കുറച്ചു പേരെ കൊടുത്തു. ആ മക്കളെ ആരൊക്കെയാ? ഒരൊറ്റ ആയത്ത്. ദാ കേട്ടോ, വവഹബിനാ ലഹു ഇസ്ഹാഖ വയഖൂബ്. ഇബ്രാഹിം നബിയുടെ പരമ്പര ആയത്ത് കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോണം. പിന്നീട് വന്ന മുഴുവൻ പ്രവാചകന്മാരും ആരുടെ പരമ്പരയാ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയാണ്. വവഹബിനാ ലഹു ഇസ്ഹാഖ വയഖൂബ്
كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين. പറയണ്ടല്ലോ ഒക്കെ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം. ഈ പറഞ്ഞ പ്രവാചകന്മാരെല്ലാം പിന്നെ ആരുടെ പരമ്പരയിലൂടെ വന്നതാ? ഇബ്രാഹിം നബിയുടെ മകനാകുന്ന ഇസ്മായിലിന്റെ പരമ്പരയിലാണ് ആര് വന്നത്? നബി മുഹമ്മദ് മുസ്തഫ. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിലൂടെ ബാക്കി പ്രവാചകന്മാരെല്ലാം ഏതൊക്കെയാ? നോക്കിങ്ങോട്ട് പ്രവാചകന്മാരെ എണ്ണിയാ തീരൂല. സയ്യിദുനാ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. ഇപ്പൊ നമ്മുടെ പ്രതിവാദി വ്യക്തി ആരാണ്? യൂസുഫ് അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ശഫീഉനാ റസൂലുള്ളാഹി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ഒരിക്കൽ പ്രവാചകന്റെ വാക്കാണ് എന്ത്? മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസുഫ് സയ്യിദുനാ റസൂലുള്ളാഹി. ആരാണ് ഈ മാന്യന്മാര്? ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്, യാക്കൂബിന്റെ മകനാണ് ആര്? യൂസുഫ് സയ്യിദുനാ റസൂലുള്ളാഹി. എങ്ങനെ വന്നത് ഇത്? വാപ്പാടെ ദുആയ എനിക്കൊരു സ്വാലിഹായ കുഞ്ഞിനെ തരണേന്ന് പറഞ്ഞപ്പോൾ ഒന്നല്ല എന്നാ പിടിച്ചോ, മൊത്തം പരമ്പര മുഴുവൻ മുസ്ലിമീങ്ങൾ ഏറ്റവും ടോപ്പ് ടീം പ്രവാചകന്മാർ. നമ്മൾ വല്ലതും ദ്വാരക്കലുണ്ടോ? കഞ്ചാവ് അടിച്ച് കിറങ്ങി റോഡി ഇരിക്കുമ്പോൾ വന്നിട്ട് പറയും സാധേ എന്റെ മോൻ കഞ്ചാവ് ദ്വാരക്കൻ. നീ എന്ത് പറഞ്ഞിട്ട് കാര്യം? ഇനിയിപ്പോൾ അവനോട് വല്ല 2 ലക്ഷം ചോദിച്ചിട്ട് ഇരിക്കാന്നുള്ളതല്ലാതെ കാര്യം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് അങ്ങേയറ്റമായി. നമ്മൾ ദുആയില്ല, ഒന്നുമില്ല. ലാസ്റ്റ് ഘട്ടത്തിലാന്ന് പറയുന്നത് സാധേ മോൻ അതാണ് MDMA പഠിക്കുകയാണ് എൻ്റെ മോൻ, MBBS പഠിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.